മാർച്ച് 2-ാം തീയതി തുടങ്ങുന്ന ആഴ്ചയിലെ മാർക്കറ്റ് ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെയാണ്. കോർപ്പറേറ്റ് ഇവന്റ്സ് ആണ് ആ ഒരു വലിയ പ്രൈസ് മൂവ്മെന്റിന് കാരണമാകുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗേഴ്സ്. ഈ ആഴ്ചയിലെ 5 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്കുള്ള ഡേറ്റയുടെ പിൻബലമുള്ള ഒരു പ്ലാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് കറക്റ്റ് എൻട്രി എക്സിറ്റ് ലെവലുകളും ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വെറുതെ ഗസ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളല്ല, ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ വെച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഇവന്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്ലാൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് മാർക്കറ്റ് കടന്നുപോയത്. നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്കിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി അതിന്റെ ശക്തി തുടർന്നും കാണിച്ചുകൊണ്ടേയിരുന്നു. ഓൾ ടൈം ഹൈ ലെവലുകൾക്ക് സമീപം തന്നെ ക്ലോസ് ചെയ്യുന്നതും കാണാൻ കഴിയും. ഇത് ഫിനാൻഷ്യൽ സെക്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കരുത്ത് ഇപ്പോഴും ശക്തമാണ് എന്ന് നമ്മളോട് പറയുകയാണ്. വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നത് മാർക്കറ്റിന് ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷെ ആഗോള സൂചനകൾ ഇപ്പോഴും ഒരു കോൺഷ്യസ്നെസ് സമീപനമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആഴ്ച പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഇവന്റുകളെ കുറിച്ചാണ് പറയുന്നത്. നിരവധി കമ്പനികൾ അവരുടെ ഡിവിഡന്റ്, ഫിനാൻഷ്യൽ റിസൾട്ടുകൾ എന്നിവ പ്രഖ്യാപിക്കാൻ ബോർഡ് മീറ്റിംഗുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഇതൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ല, മറിച്ച് നടക്കാൻ പോകുന്ന ഇവന്റുകൾക്കായിട്ട് റെഡി ആയിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡേറ്റ അനുസരിച്ച് ഒരു വലിയ മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയ 5 സ്റ്റോക്കുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോന്നിനും നമ്മൾ വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട്, ട്രിഗർ, എൻട്രി പോയിന്റുകൾ, പ്രോഫിറ്റിനുള്ള ടാർഗറ്റ്, ഏറ്റവും പ്രധാനമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഡേറ്റയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ റഡാറിലെ ആദ്യത്തെ സ്റ്റോക്ക് വാൾമർ ലോറിയാണ്. ഡൈവേഴ്സിഫൈഡ് PSU ആണ് ഈ സ്റ്റോക്ക്. നമ്മുടെ ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് എത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാരണമുണ്ട്. 2026 മാർച്ച് 5 വ്യാഴാഴ്ച ഒരു ഇൻട്രീം ഡിവിഡന്റ് കൺസിഡർ ചെയ്യുന്നതിനായിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വലിയ കാര്യമായിട്ട് മാറുന്നത്? ഒരു അസ്ഥിരമായിട്ടുള്ള മാർക്കറ്റിൽ ഡിവിഡന്റ് തരുന്ന PSU സ്റ്റോക്കുകൾ പലപ്പോഴും ഒരു സേഫ് ഹെവൻ ആയി കണക്കാക്കപ്പെടും. ഈ ഒരു ഡിവിഡന്റ് പ്രഖ്യാപനം സ്റ്റോക്കിന് ഒരു സപ്പോർട്ട് നൽകുകയും സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുകയും ചെയ്യും. കമ്പനിയുടെ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡുകൾ നോക്കിയാൽ അവർ സ്ഥിരമായിട്ട് ഡിവിഡന്റ് നൽകുന്ന ചരിത്രം കമ്പനിക്കുണ്ട്. ഇൻഡസ്ട്രിയൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ സെക്ടറുകളിൽ കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ഇത് അവരുടെ ബിസിനസ് മോഡലിൽ ഒരു സ്ഥിരത നൽകുന്നുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാൻ? സ്റ്റോക്ക് നിലവിൽ 180 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ജമ്പ് ചെയ്യുകയല്ല, ഒരു ടെക്നിക്കൽ ട്രിഗറിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 186 മുകളിൽ നല്ല വോളിയത്തോടു കൂടിയുള്ള ബ്രേക്ക് ഔട്ട് നമുക്കൊരു എൻട്രി എടുക്കുന്നതിന് ബെസ്റ്റ് പ്ലാൻ ആയിട്ട് കണക്കാക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഡിവിഡന്റ് ന്യൂസിന് മുൻപ് YS കൺട്രോൾ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റുകൾ 198, തുടർന്ന് 205 എങ്ങനെയായിരിക്കും? ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. സ്റ്റോക്കിന് മൊമെന്റം നഷ്ടപ്പെടുകയും 177 താഴേക്ക് സ്റ്റോക്ക് പോവുകയും ചെയ്താൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവും. ഏതെങ്കിലും മോശം ന്യൂസ് വന്നാൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. സ്റ്റോക്കിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കയ്യിലുള്ളത് അഖിലോൺ ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ആണ്. നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു PSUവിൽ നിന്ന് ഒരു മീഡിയ കമ്പനിയിലേക്ക് മാറുകയാണ്. അതിനർത്ഥം ഇവിടെ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. ഇതൊരു ഷോർട്ട് ടേം കോർപ്പറേറ്റ് ആക്ഷൻ പ്ലേ ആണ്, ഒരു ലോങ് ടേം ഫണ്ടമെന്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ട്രിഗർ കമ്പനി അനൗൺസ് ചെയ്ത ഒരു 1:10 സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. 10 രൂപ മുഖവിലയുള്ള ഒരു ഷെയറിനെ 1 രൂപ മുഖവിലയുള്ള 10 ഷെയറുകളായിട്ട് വിഭജിക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് മാർച്ച് 5 ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് സാധാരണയായിട്ട് ഒരു സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും റിറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത് കൂടുതൽ താങ്ങാനാവുന്നത് മാറ്റാനുമാണ് ഉപയോഗിക്കാറ്. ഡിസംബർ ക്വാർട്ടറിൽ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് തിരിച്ചെത്തിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡേറ്റ ഡ്രിവൺ പ്ലാൻ വരുന്നത്. സ്പ്ലിറ്റിന് മുന്നോടിയായിട്ടുള്ള മൊമെന്റം ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സ്റ്റോക്ക് 1250 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രിക്ക് വേണ്ടി നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് സ്പ്ലിറ്റിന് മുമ്പുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് തുടരുന്നു എന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് തരികയും ചെയ്യും. ഈ മൊമെന്റം ട്രേഡിന്റെ ടാർഗറ്റ് 1435 മുതൽ 1500 വരെയുള്ള സോണിലായിരിക്കും. ഇതൊരു ഹൈ വോളറ്റൈൽ പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് നിർബന്ധമാണ്. പ്രൈസ് 1230 താഴേക്ക് പോയാൽ നമ്മൾ ലോസ് കട്ട് ചെയ്ത് പിന്മാറും. പെട്ടെന്നുള്ള മൂവ്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് പറ്റിയ ഒരു ട്രേഡ് മെത്തഡോളജിയാണ്. തീർച്ചയായിട്ടും നമ്മൾ റിസ്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് പ്രോസസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി പ്ലാനുകൾ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ഇനി മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്ട്രാറ്റജിക് നോ നോൺസെൻസ് മാർക്കറ്റ് അപ്രോച്ച് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫേവർ ചെയ്യണം. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിക്ക് മാത്രമാണ്, പക്ഷേ അതൊരു വലിയ ഫീഡ്ബാക്ക് ആയിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യും.
അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ ഡീപ്പായിട്ട് പോകണമെങ്കിൽ അതും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമ്മുടെ വാച്ച് ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ടാറ്റ സ്റ്റീൽ മെറ്റൽ സെക്ടറിലെ ഒരു ഭീമനാണ്. ഇവിടുത്തെ മെയിൻ ഫിഗർ കമ്പനിയുടെ Q3 ലാഭവും അതിൽ നിന്നുള്ള മൊമെന്റവുമാണ്. മാർച്ച് 4 കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സ്റ്റീൽ വിലയുടെ ആഗോള ചലനങ്ങളും ഡിമാൻഡും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മെറ്റൽ സെക്ടർ ഈയിടെയായിട്ട് നല്ലൊരു റാലി കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റോക്കിൽ ഒരു ഫ്രീ റിസൾട്ട് റാലിക്ക് സാധ്യതയുണ്ട്. അനലിസ്റ്റുകൾ സ്റ്റോക്കിനെ പറ്റി പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കൂടാതെ ടെക്നിക്കൽ ചാർട്ടിൽ സ്റ്റോക്ക് ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് സ്റ്റീൽ പോലെയുള്ള കമ്പനികൾക്ക് ദീർഘകാലത്തേക്ക് ഗുണകരമായിട്ട് ഉള്ള ഒരു സപ്പോർട്ടാണ് ലഭിക്കുന്നത്. നല്ലൊരു റിസൾട്ട് വന്നാൽ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുകയും. അപ്പോൾ ഇതാണ് ഗെയിം പ്ലാൻ. ടെക്നിക്കൽ ലെവൽസ് ആണ് ഇവിടെയെല്ലാം. സ്റ്റോക്ക് 219 എന്ന ലെവൽ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു എൻട്രി നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് റിസൾട്ടിനെ കുറിച്ച് മാർക്കറ്റ് പോസിറ്റീവ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മുടെ ടാർഗറ്റുകൾ 232, തുടർന്ന് 245 എന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ റിസ്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ 209 സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ഉറപ്പിക്കേണ്ടതുണ്ട്. റിസൾട്ട് മോശമായാലോ അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് മാറുകയോ ചെയ്താൽ ആ ലെവലിന് താഴെയുള്ള ഒരു ബ്രേക്ക് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയമായി എന്നതിന്റെ സിഗ്നൽ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ, അതുപോലെ തന്നെ എൻട്രി ലെവലുകൾ, എക്സിറ്റ് സോൺ ഇവയൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ നാലാമത്തെ ടാർഗറ്റ് സ്റ്റോക്കിനെ പറ്റി നോക്കാം. MRPL, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ്. എനർജി സെക്ടറിലെ ഒരു പ്രധാന PSU ആണ്. MRPLന്റെ ട്രിഗർ കൺഫേംഡും വളരെ ക്ലിയർ ആണ്. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് മാർച്ച് 3 ചൊവ്വാഴ്ച ഒരു ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്നത് പരിഗണിക്കുന്നതിനായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഡിവിഡന്റ് പ്രഖ്യാപനം എന്ന ഒറ്റ കാറ്റലിസ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിലെ ഒരു കീ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റുകയാണ്. ഫണ്ടമെന്റലി ഗ്ലോബൽ ക്രൂഡ് ഓയിലിൽ വിലയും റിഫൈൻഡ് മാർജിനുകളും ഈ കമ്പനിയുടെ പ്രകടനത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നല്ലൊരു ഡിവിഡന്റ് പ്രഖ്യാപനം ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും സ്റ്റോക്ക് പ്രൈസിൽ പോസിറ്റീവ് മൊമെന്റം ഉണ്ടാക്കുകയും ചെയ്യും. കമ്പനി ഈയിടെയായിട്ട് നല്ലൊരു പ്രൈസ് റൺ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവിഡന്റ് അനൗൺസ്മെന്റ് മാർക്കറ്റ് പ്രതീക്ഷകൾക്ക് ഒത്തുയർന്നില്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനും സാധ്യതയുണ്ട് എന്ന് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഗെയിം പ്ലാനിലേക്ക് എത്തിക്കുകയാണ്. സ്റ്റോക്ക് ഓൾറെഡി കുറച്ച് വലിയ മൂവ്സ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രിയെ കുറിച്ച് നമ്മൾ സ്മാർട്ട് ആയിട്ടിരിക്കണം. 204 ലെവലിന് മുകളിൽ ഒരു കൺഫേംഡ് ബ്രേക്ക്ഔട്ടിൽ നമ്മളൊരു എൻട്രിക്കായിട്ട് വാച്ച് ചെയ്യുകയാണ്. ബോർഡ് മീറ്റിംഗിൽ നിന്ന് നല്ല ന്യൂസ് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സിഗ്നൽ തരികയും ചെയ്യും. ആ ഒരു ബ്രേക്ക്ഔട്ട് ഹോൾഡ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റുകൾ 218, 225 എന്നിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഒരു ഡിവിഡന്റ് അനൗൺസ്മെന്റിന് ചുറ്റും റിസ്ക് മാനേജ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ 191 ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണ്. പ്രതീക്ഷിച്ചതിൽ കുറഞ്ഞ ഡിവിഡന്റോ അല്ലെങ്കിൽ മോശം മാർക്കറ്റ് ഡേ കാരണമോ സ്റ്റോക്ക് അതിൽ താഴേക്ക് വീണാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബെറ്റർ പ്ലാൻ ആണ് എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ ഒന്ന് കൃത്യമായിട്ട് പോയി നോക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ, അതുപോലെ തന്നെ എൻട്രി എക്സിറ്റ് സോണുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് നമ്മുടെ അവസാനത്തെ പ്ലേ ഒരു സ്റ്റോക്ക് അല്ല, മറിച്ച് ഒരു ഇൻഡെക്സ് ആണ്. നമ്മൾ പ്യുവർ സെക്ടർ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റം പ്ലേ ആണ് എന്നത് ബാങ്ക് നിഫ്റ്റി. ഇവിടുത്തെ ട്രിഗർ ഒരു പ്രത്യേക കോർപ്പറേറ്റ് ഇവന്റ് അല്ല, മറിച്ച് മൊത്തം ബാങ്കിങ് സെക്ടറിന്റെ വളരെ അവിശ്വനീയമായിട്ടുള്ള പ്രകടനവും ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് സോണുമാണ് നമ്മളെ ഈ ഒരു സെക്ടറിലേക്ക് എത്തിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് നല്ല ശക്തിയോടെ കുതിച്ചു വരികയാണ്. ഓൾ ടൈം ഹൈയിൽ എത്തുകയും നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയേക്കാൾ വളരെ മികച്ച പ്രകടനമാണ് ബാങ്ക് നിഫ്റ്റി കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻഡെക്സിലെ മുന്നേറ്റം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്ങും സാമ്പത്തിക വളർച്ചയും കാരണം ബാങ്കിംഗ് സെക്ടർ വളരെ ആകർഷകമായിട്ട് തുടരുകയാണ്. ടെക്നിക്കലി ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം കൺസോളിഡേറ്റ് ചെയ്യുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഘട്ട മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. ബാങ്ക് നിഫ്റ്റി ബ്രേക്ക്ഔട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റുകൾ 61,300, തുടർന്ന് 61,500 ഇവയൊക്കെയാണ്. ബാങ്കിംഗ് റാലി നിന്ന് പോകാനും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ക്രാഷിനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു റിസ്ക് നമ്മൾ കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. 60,600 താഴെ ഒരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ബാങ്ക് നിഫ്റ്റിയിലും ഒരു നല്ല എൻട്രി ചാൻസ് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നിങ്ങൾക്കായിട്ട് 4 സ്റ്റോക്കുകളും ഒരു ഇൻഡെക്സും അടുത്ത ആഴ്ചയിലേക്കുള്ള 5 ഡിഫറെന്റ് ഗെയിം പ്ലാനുകളാണ് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡിവിഡന്റ് കാറ്റലിസ്റ്റുകളുള്ള വാൾമർ ലോറിയും MRPL-ഉം, അഖിലോണിലെ കോർപ്പറേറ്റ് ആക്ഷൻ പ്ലേ, അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലിലെ ഏർണിംഗ്സ് പ്ലേ, പിന്നെ ബാങ്ക് സെക്ടറിലെ ശക്തമായിട്ടുള്ള മൊമെന്റം പ്ലേ. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റ് നിങ്ങളുടെ ഒരു മാപ്പായിട്ട് നിങ്ങൾക്ക് കയ്യിൽ എത്താവുന്നതാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബാറ്റിൽ ഫീൽഡിലെ ജനറലാണ്. എപ്പോഴും കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്യുക. ഈ ഒരു അനാലിസിസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കുക. കൃത്യമായിട്ടുള്ള റിസർച്ചുകളോടെ, കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റുകളോടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്ലിയർ എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാതെ ഒരിക്കലും ട്രേഡിംഗിൽ എൻട്രി ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾക്ക് വോളറ്റാലിറ്റിയെ സർവൈവ് ചെയ്ത് ലോങ് ടൈം ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അപ്പൊ ഇനി ഈ ആഴ്ച നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണുള്ളത്, എന്തൊക്കെ ട്രിഗറുകളാണ് നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ കാണുന്നത്, കമന്റുകളായിട്ട് അറിയിക്കാം. തീർച്ചയായിട്ടും ഓരോ കമന്റുകളും ഞാൻ വായിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഒന്ന് അമർത്തി വെക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീക്ക്ലി ബ്രീഫിംഗ് നിങ്ങൾക്ക് മിസ്സായില്ല. അപ്പൊ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ വന്നവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.